അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ബി ബാലഗോപാൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ പലതാണെന്നുള്ള. ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. മൂന്നാം തവണയും അധികാരത്തിലിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന് ഇനി ബീഹാർ കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഉടനടി ഇല്ലതാനും. അപ്പോൾ പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഉണ്ടാക്കാനും പ്രതിപക്ഷത്തെ യാതൊരു തരത്തിലും ഭയക്കേണ്ടതില്ലാത്ത സാഹചര്യത്തിലും മുന്നോട്ട് പോകാമെന്നൊരു ആത്മവിശ്വാസം BJPക്ക് ഉണ്ടാകുന്നുണ്ടോ? മധു, ആത്മവിശ്വാസം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടിയുടെയും പ്രവർത്തനത്തിലാണ്. ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിതമായ ഒരു സംഘടനയുടെ ശക്തിമത്തായ പ്രവർത്തനത്തിൻ്റെ ബാക്കിപത്രമാണ് ഈ വിജയം. അതല്ലാതെ അത് ഇന്നലെ ഉണ്ടാക്കിയതോ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് പറഞ്ഞതോ അല്ല. സംഘടനാപരമായ ശക്തി ഞങ്ങൾ ഇന്നും മാറ്റുരയ്ക്കും. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പരാജയം, എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ സംഘടനാപരമായി പരിഹരിക്കും. അങ്ങനെ സംഘടനാപരമായി ഒറ്റക്കെട്ടായി ഒരേ കാഴ്ചപ്പാടോടുകൂടി ഒരേ ചിന്തയോടുകൂടി ഭാരതം നന്നാവണം, ഭാരതത്തിന് ഏറ്റവും ഉയർച്ചയുണ്ടാവണം, ഭാരതം ലോകത്തിൻ്റെ ഒരു മാതൃകാ രാജ്യമായി, ലോകത്തിന് വഴികാട്ടുന്ന രാജ്യമായി, രാഷ്ട്രമായി മാറണം എന്ന ഒരു ചിന്തയും പദ്ധതിയുമാണ് ഞങ്ങളുടേത്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, 2013 ശേഷം BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതേസമയത്ത് കോൺഗ്രസിൻ്റെ വോട്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അവിടെ മിസ്റ്റർ അനിൽ ബോസ് UPയുടെ കാര്യം പറഞ്ഞു. അനിൽ ബോസിന് എനിക്ക് പറയാനുള്ളത്, UPയിലേക്ക് പോകാൻ വരട്ടെ, നമ്മൾ ഡൽഹിയല്ലേ ചർച്ച ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 54% വോട്ടാണ് ഡൽഹിയിൽ BJPക്ക് കിട്ടിയത്. 7 സീറ്റും BJP നേടി. ആരൊക്കെയായിരുന്നു നിങ്ങളുടെ കൂടെ? ആപ്പുണ്ടായിരുന്നു, ഇടതുണ്ടായിരുന്നു, വലതുണ്ടായിരുന്നു. സകല എണ്ണത്തിനെ ഒന്നിച്ചു കൂട്ടി, എന്താ പറയുക, മുള്ളും മൂർഖനും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, കല്ലും മുള്ളും ഒക്കെ കൂട്ടിക്കെട്ടി ഉണ്ടാക്കി ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 54%-ഓടുകൂടി 7 സീറ്റ് കിട്ടി. അപ്പം നിങ്ങൾ ഒന്നിച്ച് നിന്നിട്ടും BJPയെ തകർക്കാൻ പറ്റില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും BJPയെ തകർക്കാൻ പറ്റില്ല. അതിന് കാരണം എന്താ? അതിന് കാരണമാണ് അഴിമതി എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടാത്ത, അഴിമതിയില്ലാത്തൊരു സദ്ഭരണമാണ് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നരേന്ദ്രമോദിക്ക് പകരം ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. രാമായണത്തിന് പകരം രാമായണം എന്ന് പറയുന്നത് പോലെ, രാമന് പകരം രാമൻ എന്ന് പറയുന്നത് പോലെ. ഒന്ന് തീർത്തോട്ടെ, ഒറ്റ വാക്കിൽ ഞാൻ തീർക്കാം. പിന്നീട് അരവിന്ദ് കെജ്രിവാൾ ഇവരെ എല്ലാവരെയും പിടിച്ചു ജയിലിലിട്ട് ഭരണകൂടത്തെ അങ്ങനെ അസ്ഥിരമാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന തേരോട്ടം BJPക്ക് സാധ്യമായതെന്നൊരു വിമർശനം. ഞാനൊരു കാര്യം ചോദിക്കട്ടെന്ന്. ഈ ഡൽഹിയിലെ പോലീസ് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. പക്ഷേ ഡൽഹിയിലുള്ള സുപ്രീം കോടതി BJP പറയുന്നത് പോലെയോ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് പോലെയോ അല്ലല്ലോ. അവിടെ JFCM സാധാരണ കോടതി മുതൽ ഹൈക്കോടതിയുമുണ്ട്, ജില്ലാ കോടതിയുമുണ്ട്, സുപ്രീം കോടതിയുമുണ്ട്. മിണ്ടിയാൽ ഓടുന്നവരല്ലേ കോടതിയിൽ. കോടതി എന്തുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേസ് വരാം. എന്തുകൊണ്ടാണ് കേസ് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേസ് വരാൻ പ്രധാനപ്പെട്ട കാര്യം 3 അപ്പോൾ വെറുതെ അങ്ങോട്ട് മദ്യം മാത്രം പറഞ്ഞ് നമ്മൾ പോകരുത്. ജൽ നീഗം ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതിയില്ലേ, നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതിയില്ലേ. ഇനിയും ആരാണ് ഡൽഹി കോർപ്പറേഷൻ ഭരിക്കുന്നത്? ഡൽഹി കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇവരല്ലേ. ആ കോർപ്പറേഷനിലെ ചീഞ്ഞ് നാറിയ ഭരണമല്ലേ ഇതിനൊക്കെ കാരണം. അടിസ്ഥാനപരമായിട്ട് ആപ്പിന് ജനങ്ങളുടെ വിശ്വാസം നേടാൻ ഇപ്പം കഴിഞ്ഞില്ല. കഴിഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജനങ്ങൾ മുഴുവനും കൊടുത്തു. പക്ഷേ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇതൊന്നും നടക്കില്ല. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഡൽഹിയുടെ ചാരത്തിൽ നിന്ന് BJP ഉയർന്നു വരികയാണ്. അതിന് കാരണം ഞാൻ നേരത്തെ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു, ആം ആദ്മി പറയുന്നതെല്ലാം ചെയ്തു. ഇല്ല, ആം ആദ്മിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് ഭൂഷണമല്ല. കാരണം എല്ലാം ഫ്രീ കൊടുക്കുക, ഇതാ പിടിച്ചോ ഫ്രീ, അങ്ങനെ എല്ലാം ഫ്രീ കൊടുത്ത ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന്. കൊടുക്കേണ്ടത് ഏതിന്, എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ദിശാബോധം ഉണ്ടാവണം. എക്കണോമിക് സാമ്പത്തികമായി തകർത്തു. ആകെ പോലീസും ലാൻഡും ഒഴിച്ചു ബാക്കി എല്ലാം ആം ആദ്മി പാർട്ടിയുടെ കയ്യിലായിരുന്നല്ലോ. അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇത് അധികകാലം ഓടില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിജയം BJPക്ക് സമ്മാനിച്ചു.
പിന്നെ എൻ്റെ സുഹൃത്ത് മിസ്റ്റർ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യം പറയാം, ഞങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരല്ല. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി BJPയുടെ ഐശ്വര്യമാണ്. അദ്ദേഹം അവിടെ തന്നെ നിൽക്കണം. നീണ്ട മൂക്കും ഉണ്ട കണ്ണും നീണ്ട മൂക്കും തലമുടിയും ഒക്കെ വർണ്ണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയെയും പത്രമാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. അവർ രണ്ടുപേരും നേതൃത്വത്തിൽ ഉണ്ടാവണം. കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരൂ. ഞങ്ങൾക്ക് സന്തോഷമാണ്. അദ്ദേഹവും പറഞ്ഞിരുന്നു ജയിച്ചാൽ ഡൽഹിയിലെ റോഡുകൾ പ്രിയങ്കയുടെ കവിളുകൾ പോലെയാക്കുമെന്ന പരാമർശം നടത്തിയിരുന്നു. അപ്പൊ ഈ വർണ്ണന നിങ്ങൾക്ക് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാവാം? അല്ലല്ല, ഒരിക്കലും. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്കയും നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നന്നായി വരട്ടെ എന്നാണ് എനിക്ക്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അവരവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചത്. ഞാനവരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. അവരവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചത് കോൺഗ്രസിന് എപ്പോഴും ഗുണകരമായിട്ടേ ഭവിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോൺഗ്രസിനെതിരല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആപ്പിനെതിരല്ല. ഇവരൊക്കെ കൊണ്ടുവരുന്ന സമീപനത്തിനും ഇവരൊക്കെ കൊണ്ടുവരുന്ന നയപരിപാടിക്കും ഇവരൊക്കെ കൊണ്ടുവരുന്ന ആ അഴിമതിക്കും ഞങ്ങളെതിരാണ്. ഞങ്ങൾ അഴിമതി വെച്ച് പുലർത്തില്ല. അത് ആരായാലും ശരി, നോ കോംപ്രമൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മോദിക്ക് പകരം മോദി, അല്ലാതെ വേറെ ആരുമില്ല. നരേന്ദ്രമോദിക്ക് പകരം വെല്ലുവിളിച്ചത് ആരാണ്? മറ്റേ മാധു, നരേന്ദ്രമോദി വെല്ലുവിളിച്ചോ? ഇല്ലല്ലോ, കെജ്രിവാളാണ് വെല്ലുവിളിച്ചത്. ആ കെജ്രിവാളിനെ മലർത്തിയടിച്ചു നരേന്ദ്രമോദി. ഇനി ഇവിടെ വരുമ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ വെല്ലുവിളിച്ചില്ലേ നരേന്ദ്രമോദിയെ? 2 പ്രാവശ്യം തൃശ്ശൂർ വന്നപ്പോൾ പറഞ്ഞില്ലേ, 2 അല്ല 10 പ്രാവശ്യം വന്നാലും ഇവിടെ ഒരെണ്ണവും ജയിക്കില്ല എന്ന്. പക്ഷേ 2 പ്രാവശ്യം വന്നു, അദ്ദേഹം ജയിപ്പിച്ചു തൃശ്ശൂരിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ ഇന്ന് ഇന്ത്യയിൽ. അത് വിശ്വാസമാണ് ജനങ്ങളുടെ. ആ വിശ്വാസത്തിന് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ എന്ന പ്രഖ്യാപനമായി മാറുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പും എന്നുള്ളതാണ് BJPയുടെ ആത്മവിശ്വാസം.